തിരികെ വാർത്തയിലേക്കാണ്. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി ചെറുവള്ളി എസ്റ്റേറ്റും സമീപ പ്രദേശങ്ങളും ഏറ്റെടുക്കാൻ സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് പ്രതീക്ഷയേറുന്നു. ആറന്മുള ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ പദ്ധതിയുടെ നടത്തിപ്പിനായി ഹൈക്കോടതിയിൽ ഉടൻ ഹർജി നൽകുമെന്ന് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഒരു വർഷം കൊണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് മുൻപോട്ട് പോയപ്പോൾ പിണറായി സഹായം സഹിക്കുന്നില്ല. അച്യുതാനന്ദൻ കൊടുത്ത NOC ഞാൻ ഇവിടെ കൊണ്ടുവന്നില്ല. അതിന് കുറച്ച് മാർക്സിസ്റ്റുകാരെയും കുറെ BJP-കാരെയും കൂട്ടുപിടിച്ച് അതിന് കളക്ടർ കത്തിവെച്ചു. അതിവിടെ വേണ്ടാന്നാക്കി. ഗവൺമെന്റ് സാങ്ഷൻ മുഴുവൻ പിൻവലിച്ചു. ഞങ്ങൾ ഏതാണ്ട് 600 ഏക്കർ സ്ഥലം വാങ്ങി 2 കിലോമീറ്റർ റൺവേ ഉണ്ടാക്കി എല്ലാ ക്രമീകരണവും ചെയ്തിട്ട് ഞങ്ങളോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ യാതൊന്നും ഒറ്റ സുപ്രഭാതത്തിൽ നിങ്ങളുടെ NOC ക്യാൻസൽഡ്. സംസ്ഥാന സർക്കാർ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ശബരിമല വിമാനത്താവള പദ്ധതിയായ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു സുപ്രധാന വിധിയാണ് ഇന്ന് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ സ്ഥലമെടുപ്പ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു. ഏകദേശം അതിൻ്റെ വിമാനത്താവളത്തിന്റെ നിർമ്മാണം തന്നെ ഇപ്പോൾ ഒരു അനിശ്ചിതാവസ്ഥയിലാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ആറന്മുള വിമാന പദ്ധതി പുനർജീവിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ടും തുടർന്നുള്ള കക്ഷി ചേരാൻ ആറന്മുള വിമാനത്താവള പദ്ധതിയുടെ ചെയർമാൻ ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് അച്ഛാ ഈ വിധിയെ ഇപ്പോൾ ആദ്യം 4-5 മാസമല്ലേ ഏകദേശം? എനിക്കിത് പറയാൻ ഒറ്റ കാര്യങ്ങളുള്ളൂ. ഈശ്വര അനുഗ്രഹത്താൽ പ്ലാനിട്ട പദ്ധതിയാണ് ആറന്മുള വിമാനത്താവളം. ആറന്മുള വിമാനത്താവളം UDF ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വേണമെന്ന് ആഗ്രഹിച്ച് അതിന് തത്വത്തിൽ അംഗീകാരം തന്നു. അദ്ദേഹത്തിന്റെ പിൻഗാമികളായി വന്ന LDF ഗവൺമെന്റ് അച്യുതാനന്ദൻ ഇവിടെ നിന്ന് ജയിച്ച MLA-ക്ക് KC രാജഗോപാലിന് കൊടുത്ത വാഗ്ദാനമായിരുന്നു. താൻ ജയിച്ച് അധികാരമേറ്റാൽ ആറന്മുള വിമാനത്താവളം പ്രാവർത്തികമാക്കും. അതേ വാക്ക് അദ്ദേഹം പ്രാവർത്തികമാക്കി. 6 മാസം കഴിഞ്ഞപ്പോൾ ആറന്മുള വിമാനത്താവളം വേണ്ട എല്ലാ പേപ്പറുകളും കിട്ടി. NOC അടക്കം കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം എല്ലാം ലഭ്യമായി. ഒരു വർഷം കൊണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് മുൻപോട്ട് പോയപ്പോൾ പിണറായി സഹായം സഹിക്കുന്നില്ല. അച്യുതാനന്ദൻ കൊടുത്ത NOC ഞാൻ ഇവിടെ കൊണ്ടുവന്നില്ല. അതിന് കുറച്ച് മാർക്സിസ്റ്റുകാരെയും കുറെ BJP-കാരെയും കൂട്ടുപിടിച്ച് അതിന് കളക്ടർ കത്തിവെച്ചു. അതിവിടെ വേണ്ടാന്നാക്കി. ഗവൺമെന്റ് സാങ്ഷൻ മുഴുവൻ പിൻവലിച്ചു. ഞങ്ങൾ ഏതാണ്ട് 600 ഏക്കർ സ്ഥലം വാങ്ങി 2 കിലോമീറ്റർ റൺവേ ഉണ്ടാക്കി എല്ലാ ക്രമീകരണവും ചെയ്തിട്ട് ഞങ്ങളോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ യാതൊന്നും ഒറ്റ സുപ്രഭാതത്തിൽ നിങ്ങളുടെ NOC ക്യാൻസൽഡ്. നമുക്ക് തന്ന എല്ലാ സാങ്ഷനും പിൻവലിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഗവൺമെന്റ് അല്ലേ, എന്തും പിൻവലിക്കാം എന്നുള്ളത് ഞങ്ങൾ മിണ്ടിയില്ല. പക്ഷെ ഈ ചേരൻ മുകളിൽ നിന്ന് കണ്ടത് ചെറുവള്ളി കച്ചവടമായിരുന്നു. 3000 ഏക്കർ സ്ഥലം ബിലീവേഴ്സിൻ്റെത്. നമ്മളെല്ലാം കാണാം. KP യോഹനാനുമായിട്ട് കച്ചവടം ചെയ്ത് 3000 ഏക്കർ സ്ഥലം എടുത്ത് ആ സമീപപ്രദേശത്ത് 250 കൂടെ എടുത്ത് സ്ഥലം കൊണ്ടതും ഹൈക്കോടതി കണ്ണുകൊള്ളി ജഡ്ജികൾക്ക് എന്തുവാ നിങ്ങൾ കാണിക്കുന്നത്? ഈ രാജ്യത്ത് ആരും എയർപോർട്ടിൽ പോയിട്ടില്ലേ? ഒരു മിനിമം ഒരു എയർപോർട്ട് തിരുവനന്തപുരം എയർപോർട്ട് ഇന്നും 650 ഏക്കറേ ഉള്ളൂ. നെടുമ്പാശ്ശേരി 1000 ഏക്കർ താഴെയാണ്. എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? 3000 ഏക്കർ ആരാ കാശ് കൊടുക്കുന്നത്? ഇത് ചുമ്മാ എടുക്കാൻ നോക്കുമോ? ഏത് വസ്തു എടുത്താലും വസ്തു ഉടമയ്ക്ക് കാശ് കൊടുക്കണം. ഇതാര് കൊടുക്കും? ഗവൺമെന്റ് കൊടുക്കുമോ? എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടോ? ഇത് ഗവൺമെന്റ് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആണോ? ഇതൊക്കെ ചോദിക്കുമ്പോൾ അതിന് മറുപടിയാണ് ഞാൻ പറയുന്നത്. ആറന്മുളയിൽ വിമാനത്താവളം വരും എന്നുള്ള തെളിവ് ഹൈക്കോടതിയെ ഞങ്ങൾ അങ്ങേയറ്റം അവർ കാണുവാനുള്ള കാഴ്ചപ്പാടുണ്ടായി. ഇതിനെങ്ങനെയാണ് ഞങ്ങൾ കക്ഷി ചെയ്താണ്. ഞങ്ങളുടെ പേപ്പറുകൾ എല്ലാം അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ലാൻഡ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് തന്ന NOC-കള് പിൻവലിക്കാൻ പാടില്ല. അത് റിന്യൂ ചെയ്ത് തരണം. അത് ഞങ്ങൾ കോടതിയോട് പറയും. അത് കോടതി ഏതെങ്കിലും ഈ ഗവൺമെന്റ് വരുന്നില്ലല്ലോ, അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ഇത് കൺസിഡർ ചെയ്യും. ഞങ്ങൾക്ക് നിശ്ചയമായിട്ടും ആറന്മുള വരുമെന്ന് വിശ്വസിക്കാം. നമ്മളിപ്പോൾ ഈ പദ്ധതി പ്രദേശത്താണ്, ആറന്മുള പദ്ധതി പ്രദേശത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട
ഹൈക്കോടതി ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം, അച്ഛന് ഒത്തിരി വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. മിനിമം ഒരു 1000 അല്ലെങ്കിൽ 1500 ഏക്കർ എന്തിനാണ് ഈ 2500? അത് എന്തിനാണ്? അതായത് അത് വെറുതെ വല്ലവന്റെ കാശ് പിടുങ്ങാൻ. അതായത് 2000 ഏക്കർ സ്ഥലം അക്വയർ ചെയ്യുമ്പോൾ അവർക്ക് ബിലീവേഴ്സിന് മിനിമം 1500 കോടി രൂപ കിട്ടും. 1500 കോടി കിട്ടിയാൽ ഇന്ന് ആ തോട്ടം വിറ്റാൽ അവർക്ക് ഒരു 300 കോടിയോ 400 കിട്ടത്തുള്ളൂ. ബാക്കി കാശ് അവർക്ക് പോകാം. ഇത് കച്ചവടമാണിത്. അപ്പൊ ഇത് വീട് ഇതുപോലെ തന്നെ അല്ലേ ഒരു കച്ചവടമാണിത്. അതായത് ഇവിടെ വെറും ഗവൺമെന്റും പബ്ലിക്കും എല്ലാം കൂടെ 200 കോടി രൂപ ഉണ്ടെങ്കിൽ 700 ഏക്കർ സ്ഥലം വാങ്ങി ഡെവലപ്പ് ചെയ്ത് എയർപോർട്ട് ആക്കി കൊടുക്കാൻ കഴിയും. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇത് പബ്ലിക് പ്രൈവറ്റ് ഗവൺമെന്റിനോട് സാങ്ഷൻ, ഗവൺമെന്റിനോട് പാർട്ടിസിപ്പേറ്റ് ചെയ്താണ്, അല്ല പ്രൈവറ്റ് മാത്രമല്ല, ഗവൺമെന്റ് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. ഒരു CL മോഡൽ എയർപോർട്ടാണ് ഞങ്ങൾ കണ്ടത്. ഇവിടെ ഇപ്പൊ താമസിക്കുന്ന അവർക്ക് എവിടെയെങ്കിലുമൊക്കെ ഇടം കൊടുത്ത് പോകും. അവർ പോയിക്കോളൂ. അവർ കോടതി തന്നെ പറഞ്ഞിരിക്കുക, ഇറങ്ങി പോകാൻ പറഞ്ഞിരിക്കുന്നതാണ്. ഞങ്ങൾക്കിപ്പം ഞങ്ങൾ വരാതെ കിടന്നു നമ്മളൊന്നും മിണ്ടുന്നില്ല. അതൊന്നും ഒരു തടസ്സമേ അല്ല. അപ്പൊ ആറന്മുള വിമാനത്താവള പദ്ധതിയുമായിട്ട് അച്ഛൻ മുന്നോട്ട് പോകും. ഞങ്ങൾ മുൻപോട്ട് പോകും. ആറന്മുള വിമാനത്താവളം വിത്തിൻ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ 1 വർഷത്തിനകം ഇവിടെ പ്ലെയിൻ കാണും. അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് മൗൺസൺ ഗ്രൂപ്പ് ചെയർമാൻ കൂടിയായ ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ഈ വിമാനത്താവളത്തിന് മുൻഗണന കൊടുക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രമുഖ ഘടക കക്ഷിയുടെ സംസ്ഥാന ട്രഷറർ കൂടിയായിട്ടുള്ള ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. നിർദ്ദിഷ്ട ആറന്മുള വിമാന പദ്ധതി സ്ഥലത്തു നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.